കർത്താവ് തന്നിട്ടുണ്ട്. ഒന്ന്, 3 ഭാഗങ്ങളായിട്ട് തിരിയുന്ന അസ്ഥിയുടെ ജംഗ്ഷൻ, 2 ഭാഗങ്ങളല്ല 3 കവരയായിട്ടാണ് അസ്ഥിയുടെ ജംഗ്ഷൻ തിരിയുന്നത്. അതിന് ആ നടുക്ക് ഭാഗത്ത് ദ്രവിപ്പ് ഒരു വെള്ളപ്പാടാണ് കാണുന്നത്, പാലിൻ്റെ നിറമുള്ള. അസ്ഥിക്ക് ദന്തനിറമാണെങ്കിലും ആ വെള്ളപ്പാട് പാലിൻ്റെ നിറമാണ്. അവിടെയാണ് ഇൻഫെക്ഷൻ ഉള്ളത്. ആ രോഗിയെ കർത്താവ് ഇപ്പോഴും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. രണ്ടാമത്തെ സന്ദേശം ഗർഭാശയത്തിനാണ്. ഈ ആരാധനയിലെ ശ്രദ്ധിക്കുക, അതായത് ഗർഭാശയത്തിന് കേടുപാടുകളുള്ളവര്, അവന് ഗർഭാശയത്തിൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ വഹിക്കാൻ നിവൃത്തിയില്ലാത്തവര്, അവന് ഗർഭാശയത്തിന് മുഴയുള്ളവര്, മറ്റു രോഗങ്ങളുള്ളവര്, ഗർഭാശയ സംബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാ രോഗങ്ങളുള്ളവർ ഈ ആരാധനയിൽ മുഴുവൻ സമയങ്ങളും വളരെ ചൈതന്യത്തോടു കൂടി പങ്കെടുത്ത് സാക്ഷ്യം പറയാൻ, ദൈവം നിന്നെ ഇപ്പോഴീ വിഷയത്തിൽ അവിടുത്തെ വിശുദ്ധമായ വലത് കരത്താൽ നിൻ്റെ അടിവയറ്റ് സ്പർശിച്ചുകൊണ്ട് നിന്നെ സൗഖ്യപ്പെടുത്തി ദൈവത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. മൂന്നാമത്തെ സന്ദേശം രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ഈശോ മാപ്പ് പോലെ തന്നെയാണ് ദർശനത്തിലുള്ളത്. ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ കുടുങ്ങിപ്പോയവരെ, അല്ലെങ്കിൽ രോഗാമത്തിൽ പെട്ടുപോയവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ, ആ രാജ്യത്തിൽ മൂലം നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമതകൾ, ചിലപ്പോൾ വാടക വീടിൽ തന്നെ താമസിക്കുന്നതായിരിക്കാം, അത് വലിയ വാടകയായി മാറിക്കാണുമായിരിക്കും. നിങ്ങൾക്കൊരു വീട് കിട്ടാൻ അന്വേഷിക്കുന്നുണ്ടാകാം, അത് കിട്ടുന്നില്ലായിരിക്കാം. അത് തന്നെ ആ വീടിൻ്റെ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്ന മാനസിക തകർച്ചയിൽ കഴിയുന്ന മാതാപിതാ ഭാര്യ ഭർത്താക്കന്മാർ, ജോലി 2 സ്ഥലത്തേക്ക് അവർ ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ബ്രോട്ടപ്പും അവരുടെ എഡ്യൂക്കേഷനോട് സംബന്ധിക്കുന്ന വിഷയങ്ങൾ എല്ലാം ഈ സമയം സമർപ്പിക്കട്ടെ. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ രാജ്യങ്ങൾ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ അകപ്പെട്ട് ഇതുപോലെ അവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് ഒരു നിമിത്തം കാണിച്ചു തന്നേ ഉള്ളൂ, കർത്താവ് ഒരു അടയാളം കാണിച്ചു തന്നേ ഉള്ളൂ. ആശ്ചര്യം മാത്രമല്ല, വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ള മക്കൾക്കും ഇപ്പോഴും ഈ വിഷയത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം അതായത് ഗവൺമെന്റ് ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പേപ്പർ ലഭിക്കാതിരിക്കുകയും നിങ്ങളുടെ അവിടുത്തെ ജോലി പരിങ്ങലിലായിരിക്കും ചെയ്യിക്കുന്ന മുഴുവൻ സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഇപ്പോഴേ അങ്ങയുടെ നാമത്തിൽ കൈവർത്തിക്കൊണ്ട് അധികം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ വിവിധങ്ങളായ ജീവിത പ്രശ്നങ്ങളുമായി വേദനിക്കുന്നവരെ, ജോലി സംബന്ധമായ വിഷയങ്ങൾ വേദനിക്കുന്നവരെ, രോഗ സംബന്ധമായ വിഷയങ്ങൾ വേദനിക്കുന്നവരെ, കുടുംബപരമായ കാര്യങ്ങൾ വേദനിക്കുന്നവരെ, കുഞ്ഞുങ്ങൾ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വേദനിക്കുന്നവരെ, മുഴുവൻ ദോഷങ്ങളും തടസ്സങ്ങളും പരിശുദ്ധ അമ്മ കൃപാത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥത്തിലെ നാമത്തിലെ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കൃപാസനത്തിലെ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ആൾക്കാർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാർക്കും എല്ലാ സാക്ഷ്യങ്ങൾക്കും തന്നെ 39,000, 34,000, 27,000 പേരൊക്കെ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പം അത്രയും നല്ല സാക്ഷ്യങ്ങളാണ്. അതിലൊരു സാക്ഷ്യം ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, എല്ലാ സാക്ഷ്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു സാക്ഷ്യം ഒരു വലിയമ്മച്ച സാക്ഷിയാണ്. അപ്പം ഞാനത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സൈഡിലെ ആ സാക്ഷ്യം പറയുമ്പോൾ, അത് ഒരു കൊല്ലമോ 1.5 കൊല്ലമോ മുമ്പ് നടന്ന ഒരു വലിയ കാര്യമാണ്. ആലപ്പുഴയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ് ആ സാക്ഷ്യം പറഞ്ഞത്. അതിൻ്റെ വിഷയം ഞാനത് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാക്ഷ്യമല്ല പറയാൻ പോകുന്നത്, ആ സാക്ഷ്യം നടന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ അറിയണമെങ്കിൽ ഇത് മർമ്മം എന്ന് പറയും, അതായത് അനുഗ്രഹത്തിൻ്റെ മർമ്മം. അനുഗ്രഹത്തിൻ്റെ മർമ്മം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അനുഗ്രഹവും
ആശ്വാസം പ്രാപിക്കാൻ കഴിയും. അതായത് ഈ വിഷയം ഇതാണ്. ഒരു വല്യമ്മച്ചിയാണ്, എങ്ങനെ നല്ല വയസ്സ്, നല്ല പ്രായമുണ്ട്. ഇപ്പം വല്യമ്മച്ചിക്ക് ഹാർട്ടിന് ബ്ലോക്ക്. അപ്പം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ പ്രഷർ ഡൗണായി. അപ്പോൾ വീണ്ടും ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തി. അത് പിന്നെയും തുന്നിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഷർ ലോ ആയി. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ മനസ്സിലാക്കി ഈ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അത് വലിച്ചെടുത്തപ്പോൾ, സക്ക് ചെയ്തെടുത്തപ്പോൾ അതിൽ ബ്ലഡും ഉണ്ട്, പസ്സും ഉണ്ട്, പഴുപ്പും ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷനാണെന്ന് ഡോക്ടർ മനസ്സിലായി. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ നെഞ്ച് തുറക്കും. കാര്യം എന്താ കാര്യം വെച്ചാൽ ഈ ഇൻഫെക്ഷൻ, പഴുപ്പ് എല്ലാ എല്ലുകളിലേക്കും കയറിയിരിക്കുകയാണ്. ഇൻഫെക്ഷൻ എല്ലാ എല്ലുകളിലേക്കും കയറി. അപ്പോൾ പിന്നെ അവർ ചുരണ്ടിക്കളയാനുള്ള പറ്റത്തുള്ളൂ. ചുരണ്ടിക്കളയാൻ, അതാണ് പിന്നെ ഉള്ളൊരു മാർഗം. ഇവർക്ക് ഉറക്കമില്ല, ഇരിക്കാനും പറ്റത്തില്ല. നമുക്കറിയാമല്ലോ സിറ്റുവേഷൻസ്. ആളും പ്രായമുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം വന്ന് ഈ വിവരം പറഞ്ഞു, ഇങ്ങനെയാണ് അമ്മയുടെ അവസ്ഥയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ പേര് എടുത്ത് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം അന്ന് രാത്രി ഒരു വെളുത്ത കൈ അമ്മയെ സ്പർശിക്കും. പച്ച ഞരമ്പുള്ള വെളുത്ത കൈ, അവളൊക്കെ ഉള്ള കൈ. അപ്പം അത് അമ്മ പറയണത് അത് പരിശുദ്ധ അമ്മയാണെന്നാണ് അമ്മ പറയണത്. പക്ഷേ അന്നൊരു കാര്യം സംഭവിച്ചു. കാര്യം മാസങ്ങളായിട്ട് ഉറങ്ങാൻ പറ്റാതിരുന്ന അമ്മ ഈ പരിശുദ്ധ അമ്മയുടെ ഈ തലോടോടുകൂടി നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അത് ഒരു അടയാളം കൊടുത്തതാണ്. അടയാളം ആദ്യത്തെ ഇപ്പം അടയാളം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ഇരിക്കുന്നവർ ആദ്യം ചെറിയ സ്ലൈറ്റ് മിറക്കിൾ സംഭവിക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ചെറിയൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. അതാണ് ഞാനിത് പറയാൻ കാര്യം. ആദ്യം സ്ലൈറ്റ് മിറക്കിളായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു മേജർ മിറക്കിളിന് മുമ്പ് ഒരു സ്ലൈറ്റ് മിറക്കിൾ, വളരെ ചെറിയൊരു അടയാളം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ സീരിയസ് ആകണം ഈ വിഷയത്തിൽ. കാര്യം വേറെ ഒരു സാക്ഷി, കണ്ണൂരത്തെ ഒരു സാറിൻ്റെ ഒരു സാക്ഷിയുണ്ട്. ആ സാറിൻ്റെ സാക്ഷി ഈ ആഴ്ച നടന്നതാണ്. അതും 10,000-37,000 പേര് കണ്ട. അതായത് സാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായ സാക്ഷ്യം, ജപമാല ചൊല്ലി മിഷൻ രാജ്യങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന കർത്തവ്യം നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അറിയാമല്ലോ. യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതിനാണല്ലേ ഈ കൃപാസനം പത്രം വാങ്ങിച്ച് നമ്മൾ വിതരണം ചെയ്യണത്. ഇപ്പോഴും പത്രം ആൾക്കാർ വിതരണം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എൻ്റെ 5 ലക്ഷം പത്രമാണ് ഉണ്ടായിരുന്നത് ഇവിടെ. പക്ഷേ ആ പത്രത്തിൻ്റെ 70,000 ഉള്ളൂ. എല്ലാം ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വരും. കാര്യം ശക്തമായ രീതിയിൽ ആൾക്കാർ പ്രേക്ഷിതപ്രവർത്തനം ചെയ്തിട്ടാണ്, അല്ല വെറുതെ അല്ല. ഇങ്ങനെ നമ്മൾ ചൈതന്യത്തോടുകൂടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന 10,000-ങ്ങളുണ്ട്. അവർക്കതുപോലെ അടയാളങ്ങളാണ്. അപ്പോൾ ഈ സാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം വാങ്ങിക്കുക മാത്രമല്ല, ഹൈസ്കൂൾ വാദ്യരാണ്. വീട് വീഴാൻ തോറും കയറി ഇറങ്ങിയിട്ട് ജപമാലയും ചെല്ലും. ആൾക്കാരോട് കൃപാസന അമ്മയെക്കുറിച്ചൊക്കെ സംസാരിക്കും. അത് ഒരു 150 വീട്ടിൽ പ്രാവശ്യം സംസാരിച്ചു. പിന്നീട് ഒരു ഘട്ടത്തിൽ 350 പേരോട് സംസാരിച്ചു. കണ്ണൂരാ. അപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് സാറിന് കുറേ പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഒരു 1076 ജപമാല ചെല്ലാനുള്ള ഒരു മിഷൻ എടുത്ത്. കാര്യം ഇപ്പോൾ സഭയ്ക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങളുടെ കാലമല്ലേ.
എല്ലാ കാലങ്ങളിലും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ് സമയമാണ്. അപ്പം നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ വിവാഹം, നമ്മുടെ കുഞ്ഞുങ്ങളെ കാനഡയിൽ കൊണ്ടുപോകണം, അവിടുന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് മാത്രം ഇരുന്നാൽ പണി കിട്ടാൻ പറ്റിയ കാലമാണിത്. കാര്യം നിങ്ങൾ ദൈവത്തെക്കുറിച്ചും ചിന്തിക്കണം. സഭ ഇന്ന് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ മീഡിയ തന്നെ കറക്റ്റ് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളെ തകർക്കാൻ വേണ്ടി ലക്ഷ്യമെടുക്കുകയാണ്. സിനിമയും അങ്ങനെയാണ്. ഓരോ കലാപം എന്നൊക്കെ പറഞ്ഞൊരു സിനിമ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലെല്ലാം ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അത് സഭയെ തകർക്കാൻ വേണ്ടിയും ക്രൈസ്തവ സമൂഹത്തെ ഞെരിക്കാൻ വേണ്ടിയും ബോധപൂർവം സാത്താൻ അതിൻ്റെ പണിയെടുക്കുന്ന കാലത്ത് സഭയിൽ പ്രാർത്ഥനയുടെ ചൈതന്യം വർദ്ധിക്കണം. അപ്പോൾ ഈ സാറ് അതുപോലെ ഒരാളാണ്. 1076 ജപമാലയാണ് അമ്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണത്, ലോകസഭയ്ക്ക് വേണ്ടി. അപ്പം അങ്ങനെ തീഷ്ണമായ പ്രാർത്ഥനയും തീഷ്ണമായ ഭവന സന്ദർശനങ്ങളും അത് നോക്കണം. ഈ കോവിഡ് കാലത്തിലാണ്. ഞാനൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നുണ്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാനിവിടെ ചെല്ലുമ്പോൾ 9 പേരാണ് ഉള്ളത് ആ പള്ളിയിൽ. എന്നാൽ 100-400 പേര് വരണ പള്ളിയാണത്. അപ്പം ഞാനവർക്ക് ഞങ്ങൾ കൊച്ചും ഞാനും മാറി മാറി പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ 15 പേര് 12 പേരൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ കൃപാസനം അൾത്താറ് നിന്നാൽ തന്നെ ഞങ്ങൾക്ക് 10,000 പേരുണ്ട്. അപ്പം ഞങ്ങൾ ഈ 10,000 പേര് ഇട്ടിച്ചുമാണ് ഈ 9 പേർക്ക് വേണ്ടി പോണത്. അപ്പോൾ ഞാനവർക്ക് ഇത് ടാലി ആകണില്ലല്ലേ ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്, ഓരോരുത്തന്മാർ കൊറോണ ഉണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് അമ്മമാരും പിള്ളേരും ഭർത്താവും എല്ലാം മക്കളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. കാര്യം കൊറോണ കാലം എന്ന് പറയുന്നത് ഒരു അടിപൊളി കാലമാണ്. കാര്യം ദൈവത്തിൻ്റെ ആൾക്കാരാരാണ്, വയറിൻ്റെ സ്വന്തം ഉദരത്തിൻ്റെ ആൾക്കാരാരാണെന്ന് തിരിച്ചറിയണ കാലമാണ്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ ഇനി കുർബാനയ്ക്ക് പോകണ്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ലൈവ് കുർബാന ഉണ്ടായിട്ട് മെത്രാച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ കാലത്ത് ദേവാലയത്തിൽ പോകാൻ പറ്റാത്തവർ ഓൺലൈനിലൂടെ കുർബാന കൂടണമെന്ന് മെത്രാച്ചന്മാർ കൽപ്പനയുണ്ട്. അപ്പം എന്നിട്ട് അതുപോലും ചെയ്യാത്ത 1.5 കൊല്ലമായിട്ട് ഒരു കുർബാന പോലും പങ്കെടുക്കാത്ത എത്രയോ മക്കളുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാകാൻ പോകുന്നുണ്ട്. കാര്യം നിങ്ങൾ ഇക്കാലമല്ല ഇത്രയും അവസരങ്ങൾ ലഭിച്ചിട്ടും ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് കൊണ്ട് വചനം എന്താ പറയണത്? 1:28 റോമാലേഖനം 1:28 എന്നാ പറയണത്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയതിനാൽ അവരെ അധമവികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊരു വലിയ വചനമാണ്. കാര്യം മനുഷ്യൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽ അടിസ്ഥാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താ? ഇതാണ്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തോന്നും. മനുഷ്യന് തോന്നാവുന്ന ഏറ്റവും വലിയ ഏറ്റവും അപകടകരമായ തോന്നൽ എന്താണ്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തോന്നും. അപ്പം ഈ സാറിന് അത് തോന്നിയില്ല. ഇത് ഈ കാലം ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട കാലമായതുകൊണ്ടാണ് 1000 ആദ്യം 150 വീട്, പിന്നെ 350 വീട്, ആദ്യം 150 ജപമാല, പിന്നീട് 1076 ജപമാല ചൊല്ലി വീടുകളിലെല്ലാം നടക്കുകയാണ് ഈ വാദ്യാരെ. അപ്പോൾ ആദ്യം ഒരു അടയാളം ഉണ്ടായി. കുറേ നാളായി കഴിയുമ്പോൾ ദൈവം ക്ഷമിക്കത്തില്ലേ? ദൈവത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് കുറേ നാളായി ഒരു മനുഷ്യൻ ദൈവമേന്തും പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ദൈവത്തിന് സത്യവും നീതിയും ഉള്ളത് കാരണം ദൈവം ആ വ്യക്തിയെ നോട്ട് ചെയ്യും. ആദ്യം ഈ സാറിൻ്റെ ജപമാല ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി. ആദ്യം സംഭവിച്ചത് വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സുഗന്ധാഭിഷേകമായി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ജപമാല തിളങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൃപാസനം മാതാവ് ഈ ചാര കളറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിന്നു.
അത് കണ്ട് അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങളത് കേൾക്കണം. കൃപാസനത്തിൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം. ജപമാല തിളങ്ങി, ആദ്യം സുഗന്ധാഭിഷേകം വന്നു, പിന്നെ ജപമാല തിളങ്ങി, പിന്നെ കൃപാസനം മാതാവ് ഇറങ്ങി വന്നു. അപ്പം ചെറിയ സ്ലായി ആദ്യത്തെ അടയാളങ്ങൾ ചെറുതായിരിക്കും. അപ്പം ചെറുതായിരിക്കുമ്പോൾ പിന്നീട് ആ വലിയ അടയാളങ്ങളിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോവുകയാണ് ചെയ്യണത്. ഇതുപോലെ ഈ അമ്മച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ആദ്യം അമ്മച്ചിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ മഞ്ഞുപോലത്തെ ഒരു കൈ വന്ന് അന്ന് രാത്രി അമ്മയെ സ്പർശിക്കും. അത് പച്ച ഞരമ്പുകളുള്ള കാതറിൻ ജോഷിയാണ് ആലപ്പുഴയിൽ നിന്ന് ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചിയുടെ മോളാണ്, ടീച്ചറാണ്. അതിസുന്ദരമായൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഈ പച്ച എപ്പോഴും എനിക്കറിയാം. പച്ച എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കാര്യം പച്ച മാതാവിൻ്റെ കളറാണ്. കാര്യം കൃപാസനം ഇവിടെ കൃപാസനം മാതാവിൻ്റെ കളറാണ് പച്ച. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടത്. നമുക്കതിനൊക്കെ ഉടമ്പടിയിൽ ഞങ്ങൾ തരണ ഒരു തിരി എന്താണ്? ഭയങ്കര പച്ച നിറമുള്ള തിരിയാണ് തരണത്. അതെന്നാ കാര്യം എന്നറിയോ? അതിനൊരു ചരിത്രമുണ്ട്. അതായത് ഞാൻ ഈ 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴേ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോഴേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്ന് 101ഓളം തിരികൾ വാങ്ങിച്ചായിരുന്നു. അത് 1/2 കിലോയുള്ള തിരിയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഇതുപോലെ 101 പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ കൊടുത്തിട്ട് പുന്നപ്പുറം മുതൽ കൊച്ചി വരെ വേണ്ടി കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ അമ്മ എന്നോട് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവാണ് എന്നോട് ഈ തിരി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് കടലോരത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം പുന്നപ്പുറം തൊട്ട് കടലോരത്ത് വെച്ച് പ്രാർത്ഥിച്ച അനേകം മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെല്ലാനത്ത് ചെല്ലുമ്പോൾ അച്ഛാ ഈ തിരി നമ്മുടെ തിരി ഞാൻ ഇവിടെ വെച്ചാൽ പ്രാർത്ഥിച്ചപ്പോൾ കടലൊടിയുന്ന സ്ഥലത്ത് വെച്ചിരിക്കണവർ അവിടെ വെച്ച് പ്രാർത്ഥിച്ചവരാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ സുനാമി വരണത്. ശരിക്കും പറഞ്ഞാൽ എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് പറ്റിയ അബദ്ധം വിവേചിക്കാൻ കഴിയാതെ പോയതാണ്. ഞാൻ വിചാരിച്ചത് ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി ആ അത്ഭുതം തീർന്നല്ലോ എന്നാ. അങ്ങനെയല്ല. ദുരന്തം എന്നെല്ലാം ഉണ്ട്, അന്നെല്ലാം കൃപാസനം മാതാവ് പ്രസക്തമാണ്. കൃപാസനം മാതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അപ്പോൾ ഏതെല്ലാം രീതി വ്യക്തി ദുരന്തമുണ്ട്. ഇപ്പോൾ ആസ്ട്രേലിയ അമ്മ കാണിച്ചില്ലേ? ആസ്ട്രേലിയ ദുരന്തമാണ് ശരിക്കും. അവിടെ ജീവിക്കുന്ന മക്കൾക്ക് എന്ത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു? അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് എന്ത് ജോലി സംബന്ധമായ നിയമ ദുരന്തം എങ്ങനെ വരാമല്ലോ? നിയമപരമായിട്ട് രാജ്യത്തിന് നിയമം ചേഞ്ച് ചെയ്യുമ്പോൾ ദുരന്തം ഉണ്ടാകും. അപ്പോൾ എങ്ങനെ ദുരന്തം ഉണ്ടായാലും പ്രാർത്ഥിച്ചാൽ ദൈവം ആ മേഖലയിൽ ഇടപെടും എന്നുള്ള സൂചനയാണ് ആസ്ട്രേലിയ ഭൂഖണ്ഡം ഇപ്പോൾ കാണിച്ചുകൊണ്ട് അമ്മ സംസാരിച്ചത്. അപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എക്കാലവും പ്രസക്തമാണെന്നുള്ള സംഭവം എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാനോർത്തത് അത് സുനാമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമാണല്ലോ, സുനാമി കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ ടേക്കപ്പ് ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾ വാടിപ്പെട്ട് ചെന്നപ്പോൾ അവിടെയും ഈ പച്ച മാതാവാണുള്ളത്. കാര്യം അമ്മയുടെ സാരിയുടെ നിറം പച്ചയാണ്, വാടിപ്പെട്ടില്ല. അവിടെ ചെന്ന അമ്മ എന്നോട് പറയണത്, നീ എത്ര സുന്ദരമായ രീതിയിലാണ് നിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്ന് വരെ നീ അത് ആരെയൊക്കെ പേടിച്ചടക്കി വെച്ചില്ലേ, അത് നിനക്ക് മരണം വരെ ഉത്തിരിപ്പ് കടമായിരിക്കും, മരണം കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മ എനിക്ക് 5 മിനിറ്റിനുള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മയെ രൂപം പ്രതിഷ്ഠിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയവരെല്ലാം വലിയ സാക്ഷ്യമുണ്ടായി. പിന്നീട് കൃപാസനം മാറിപ്പോയി, വള്ളല്ലാത്ത രീതിയിൽ അങ്ങോട്ട് മാറിപ്പോയി. കാര്യം എന്താണ്? ദൈവികമായ തിരുമനസ് ഇത്തിരി സാഹസികമാണെങ്കിലും ടേക്കപ്പ് ചെയ്ത് എടുത്തപ്പോൾ ദൈവം ഇങ്ങനെ വാരിക്കോരി ജനങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സഹോദരൻ, ഇവിടെ സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞേ, 2 മക്കബായ 5:19 ഒരു വചനമുണ്ട് അച്ഛാ. ഞാൻ എന്നാ ഇതാണ് വചനം. ഇതാണ്: ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യണത്, മറിച്ച് എന്താണ്? ദൈവം ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യണതെന്ന്. അടിപൊളി വചനമാണ്. അതായത് അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതായത് ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയൊക്കെ അല്ല ചെയ്യണത്, മറിച്ച് ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമെന്ന്. അതായത് 2 ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ.
ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ആ വചനം വായിച്ചു കർത്താവ് കേൾക്കാം. വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് 2 പത്രോസ് 5:19. അതായത് ദൈവം ജനത്തിനു വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല. അപ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് വന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന് ദൈവാനുഗ്രഹം വരണം കാര്യം. ഇതുപോലെയുള്ള എല്ലാ തീർത്ഥാടനങ്ങളും, അതായത് ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ആർക്ക് വേണ്ടിയാണ്? ജനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ അവിടെ നടത്തുന്ന പ്രാർത്ഥനകളിൽ ദൈവം ആ മക്കളെ അനുഗ്രഹിക്കും. ഇപ്പം ഞാൻ ഈ രണ്ടാമത് ഈ അമ്മയെ കൊണ്ടുവരുമ്പോൾ അമ്മയാണ് പറഞ്ഞത്, മാതാവിനെ തൊട്ടു. പച്ച ഞരമ്പെന്ന് ഉള്ള സന്ദേശം കിട്ടിയപ്പോഴേക്കും മനസ്സിലായത് കൃപാസനം മാതാവാണെന്ന്. കാര്യം പച്ച ഇങ്ങനെ കയറി വരുന്നുണ്ട് ഈ അമ്മയുടെ ചരിത്രത്തിൽ മുഴുവനും. കാര്യം ഞങ്ങളന്ന് കൊടുത്ത തിരി പച്ചത്തിരിയായിരുന്നു. പറഞ്ഞ് പച്ചത്തിരി മേടിക്കണമെന്നല്ല, മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന തിരി 1/2 കിലോ ഉള്ള 100 തിരികളുണ്ട് 1/2 കിലോ ഉള്ള. അപ്പോൾ ഞങ്ങളോട് അപ്പോൾ ആ പ്രത്യക്ഷീകരണം എന്തുമാത്രം സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്തു എന്നുള്ള എൻ്റെ സൂചനയല്ലേ അത്. അല്ല പിന്നെ ഒരു തിരിക്ക് 1/2 കിലോ ഉണ്ട്. ഒരു വ്യക്തിക്ക് കൊടുക്കണേ 1/2 കിലോ തിരി, ഫ്രീ ആയിട്ട് കൊടുക്കണേ, അല്ല കാശ് വാങ്ങിച്ചു കൊടുക്കുകയല്ല. ഫ്രീ ആയിട്ടൊരു വ്യക്തിക്ക് 1/2 കിലോ ഉള്ള തിരി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ 1 മാസം പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞത്. 1 മാസം ഞാനും വിജയകുമാരൻ കൂടെ വെള്ളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിജയകുമാറിനെ അമ്മയ്ക്ക് ജ്ഞാനസ്നാനപ്പെടുത്തണം. പക്ഷെ വിജയകുമാറിനോട് നേരിട്ട് പറയാൻ പറ്റണില്ല. എന്ത് ചെയ്തെന്നറിയോ? ഞാനും ഇതുപോലെ ആരാധന നടക്കുകയാണ്. 3 മണിക്ക് ആരാധന നടത്തുകയാണ്. അപ്പോൾ ആരാധന ഞങ്ങൾ ജപമാല ചൊല്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പടയെന്ന് ആരാധന കഴിഞ്ഞ് അച്ഛന്മാര് പോയെങ്കിലും ഞങ്ങൾ 4:30 വരെ അവിടെ നിന്ന് കൊന്തയില്ലുകയാണ്. അപ്പോഴൊരു പ്രാവ് മോളിൽ നിന്ന് വന്ന് ഇതുപോലുള്ള ഡോമിൽ നിന്ന് ഒരു തിരി കൊത്തിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാൻ മേലോട്ട് നോക്കിയിട്ട് ആ പ്രാവിനെ കണ്ടില്ല. വേറെ പ്രാവെ കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. വിജയകുമാർ നോക്കിയിട്ടുണ്ടേ. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പ്രാവ് കൊത്തിക്കൊണ്ടുപോയ തിരി മുകളിൽ നിന്ന് ആ ഡോമിൽ നിന്ന് പറന്ന് വന്ന് വിജയകുമാറിൻ്റെ തലയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം വാവിളിച്ചു, ഇതെന്ത് പരിപാടിയായിരുന്നു? അത് പച്ചത്തിരിയായിരുന്നു. ഇന്ന് ഉടമ്പടിക്ക് നിങ്ങൾക്കൊരു പച്ചത്തിരി തരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരെന്നാ പറയണത്? അമ്മ രാത്രി മഞ്ഞ് പോലത്തെ വെളുത്ത കൈയുമായിട്ട് സ്പർശിച്ചു. പച്ച ഞരമ്പുള്ള അമ്മയെന്നും. പച്ച നമുക്കറിയാം, ഇവിടെ പിട്ടാശത്തിനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ കണ്ടുപിടിച്ചതാണത്. ഞാൻ ഈ ഉടമ്പടി പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഈ പച്ച എന്ന കളറിന് ഒരു അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ അർത്ഥം വെച്ചാൽ അത് എല്ലാ 39 അധ്യായത്തിലെ എല്ലാം തേഞ്ഞ് പ്രളയം കയറി എല്ലാം ചീഞ്ഞു പോയപ്പോഴേ നോഹിൻ്റെ പെട്ടകത്തിൻ്റെ കാലത്ത് പ്രളയം കയറി എല്ലാം ചീഞ്ഞു പോയി. എല്ലാ ഹരിതകങ്ങളും ദ്രവിച്ച് ചീഞ്ഞു പോയപ്പോഴേ ദൈവം പറഞ്ഞായിരുന്നു, ഞാൻ നിനക്കൊരു പച്ച വിരിപ്പുള്ള ഭൂമി തരുമെന്ന്. അതായത് എല്ലാം തകർന്ന് കഴിയുമ്പോഴേ അതിനെ പുനരുദ്ധരിക്കുകയാണ് പച്ചയുടെ നിറം. അത് ഞാൻ ചിന്തിച്ചിപ്പിടിയില്ല ശരിക്കും. ഉടമ്പടി പുസ്തകം എഴുതി കഴിയണ സമയത്ത് അച്ഛൻ ഇത് പറയണത്. പിന്നെ ആ വാചനം കൂടി 9 അധ്യായം കൂടി കയറ്റി ഇതിൻ്റെ അകത്ത്. എന്താണ്? ഞാൻ നിനക്ക് ഹരിതാഭമായ ഒരു ഭൂമി തരുമെന്ന്. എപ്പോഴാണ്? പ്രളയം കയറി ചീഞ്ഞ് എല്ലാം നശിച്ചു കഴിയുമ്പോഴേ. ദൈവത്തിലെ രോഗം വന്ന് നശിച്ചാലും ശരി, അതുപോലെ തന്നെ സാമ്പത്തികം നശിച്ചാലും ശരി, ദൈവം നിൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന കളറാണ് പച്ച. അതുകൊണ്ടാണ് ഈ പച്ചത്തിരി കത്തിച്ച് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത്. ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ചെല്ലണത് പച്ചത്തിരി കത്തിച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത് നീലത്തിരി കത്തിച്ചാണ്. അപ്പോൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബോധപൂർവം ചെയ്യുന്നവരാണ് ഇതിനനേകം മക്കൾ. അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്യുന്നത് വെച്ചാൽ
അമ്മച്ചിക്ക് ഉറക്കം കിട്ടിയല്ലോ. പച്ച ഞരമ്പുള്ള മാതാവിനെ കണ്ടപ്പോൾ അമ്മച്ചിക്ക് തൊട്ടപ്പോൾ അമ്മച്ചിക്ക് ഉറക്കം കിട്ടിയല്ലോ. ഉറക്കം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാര്യത്തിൽ ഈ അകത്തുള്ള അസ്ഥികളിലെല്ലാം ഇൻഫെക്ഷൻ കയറിയിട്ട് തോളെല്ലിൽ വരെ ഇൻഫെക്ഷൻ കയറിയിരിക്കുകയാണ്. ഞാനോടത്തെ അമ്മച്ചി ഇങ്ങനെ മരിക്കാതെ ജീവിച്ചെന്ന് ദൈവത്തിൻ്റെ അത്ഭുതം കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നണേ. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പിന്നീട് അവർക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഈ പസ്സില്ലേ, പതിരയുടെ ഉള്ളിലുള്ള അതായത് പതിരയുടെ ഉള്ളിലുള്ള പസ്, അതായത് പഴുപ്പും ചോരയില്ലേ, അത് എപ്പോഴും മാറ്റണമെങ്കിൽ ആശുപത്രി കിടക്കണ്ടേ. ഇപ്പോൾ സ്ഥിരം ആശുപത്രി എത്ര കാലം കിടക്കേണ്ടി വരും? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ആശുപത്രി എത്ര കാലം കിടക്കേണ്ടി വരും എന്നറിയത്തില്ല, അതുകൊണ്ട് നമുക്കൊരു മിഷ്യൻ മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മിഷ്യൻ ഉടനെ അമ്മച്ചിയുടെ നെഞ്ചിൽ മിഷ്യൻ ഘടിപ്പിച്ചു. അപ്പോൾ മിഷ്യൻ തന്നെ ഈ ചോരയും പഴുപ്പും കളക്ട് ചെയ്യും. 5 ദിവസം കൂടി ചെല്ലുമ്പോൾ ഈ മിഷ്യൻ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ മിഷ്യൻ വെക്കുകയോ ക്ലീൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്യും. പക്ഷേ ഇതെന്തൊരു ജീവിതമാണ്! കാര്യം മുഴുവനും മൂക്കിലും വായിലും എല്ലായിടത്തും ട്യൂബൊക്കെ ഇട്ട് മുക്കിലും വായിലും എല്ലായിടത്തും ട്യൂബ് ഇട്ടിരിക്കണേ. അപ്പം അമ്മ പറഞ്ഞു ഇനി എനിക്ക് പോയി അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അച്ഛനെ കണ്ടുമ്പോൾ അച്ഛനൊരു മാന്ത്രിക ജോലിക്കാരനാണെന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്, അച്ഛനെ കുറിച്ചല്ല. അമ്മ പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഞാൻ തൈക്കാട്ടുശ്ശേരി പള്ളിയുടെ കാര്യം അവർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അത് ഓർക്കുന്നത് കൊണ്ടാണ്. തൈക്കാട്ടുശ്ശേരി പള്ളി അന്ന് നിറച്ച ആളാണ്. അപ്പം ഞാൻ കുർബാന അർപ്പിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാന, അന്ന് കോവിഡ് ഇല്ല കേട്ടോ, കുർബാന കൊടുത്ത് വരുമ്പോൾ സമയത്ത് ആനവാദിക്ക് വന്നപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു അമ്മച്ചി ഇരിക്കണം. അപ്പോൾ അവരുടെ മുഴുവനും ശരീരത്തിൽ മുഴുവനും കൊമ്പും കോലും ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതായത് ഇത് എല്ലാവരും ട്യൂബാണ്, മുഴുവൻ ട്യൂബാണ്, അനങ്ങാൻ പാടില്ല. അപ്പോൾ ഞാനൊക്കെ ഈ അമ്മ ഇങ്ങനെ സർവൈവ് ചെയ്യണം. പക്ഷേ എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിയപ്പോൾ എന്താ തോന്നിയെന്നറിയാമോ? അപ്പം ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിക്കാണെങ്കിൽ അവിടെ കുർബാന മുഴുവനും അമ്മച്ചി അവിടെ വന്ന കാര്യം അറിയാം, അമ്മച്ചി കൊണ്ടുവന്ന കാര്യം അറിയത്തില്ല. കാര്യം വീൽ ചെയറെ കാറെ കൊണ്ടുവന്നിട്ട് വീൽ ചെയറിലാക്കി വീൽ ചെയർ പൊക്കിക്കൊണ്ട് പള്ളി വെച്ചിരിക്കുകയാണ് ആളോടുകൂടി. ആ മക്കളെ ശരിക്കും അമ്മച്ചി നോക്കിയെന്നുള്ള കാര്യം വലിയ സത്യമാണ്. അപ്പം ഞാൻ ഓർത്തി അമ്മച്ചി ഇനി ഒരു മിനിറ്റെങ്കിലും നമ്മളിവിടെ നിർത്തി താമസിപ്പിച്ച് കഴിഞ്ഞാൽ വല്ല മനുഷ്യനല്ലേ, പ്രാഥമികമായുള്ള ആവശ്യമുണ്ടെങ്കിലൊക്കെ അമ്മച്ചി വിഷമിച്ച് പോകും. അമ്മച്ചി ഇത്രയും വേഗം കുർബാനയ്ക്ക് മുമ്പേ അമ്മച്ചിയെ പറഞ്ഞു വിടണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ എന്നാ ചെയ്തെന്നറിയാമോ? ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുർബാന ഉടുപ്പോടും കുർബാനയോടും കൂടി ഞാൻ അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തി. ആ പരിശുദ്ധ കുർബാനയുടെ കൂടി ഞാൻ അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഒരു കൈ കൊണ്ട് എൻ്റെ കർത്താവ് ഇരിക്കല്ലേ എൻ്റെ കയ്യിൽ, ഒരു കൈ കൊണ്ട് ഞാൻ അമ്മയുടെ തലവെച്ച്. ഒരു കൈ എൻ്റെ കർത്താവ് ഇരിക്കുന്നുണ്ട്, ഞാൻ കുർബാന ഉടുപ്പോടെ നിൽക്കുകയാണ്. അമ്മച്ചിയുടെ മുമ്പിൽ ഞാൻ വീൽ ചെയറിൻ്റെ ഇരിക്കുന്ന അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു കൈ കർത്താവിനെ പിടിച്ചിട്ട് ഒരു കൈ അമ്മച്ചിയുടെ തലയെ വെച്ചു. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ എൻ്റെ കൈ കർത്താവ് ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കുറച്ചൊരു എളുപ്പമാണ്. അപ്പോൾ അമ്മച്ചി താഴെ ഇരിക്കുന്ന കാരണം എനിക്കിങ്ങനെ മുകളിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ നിന്നെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ അമ്മയുടെ തലയിൽ കൈവെക്കണത്, അത് മാത്രം നീ ഓർത്താൽ മതി. പ്രാർത്ഥന കഴിഞ്ഞു, വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല, വേറെ ഒരു പ്രാർത്ഥനയും ഇല്ല. കർത്താവേ നിന്നെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കണത്, അത് മാത്രം നീ ഓർത്താൽ മതിയെന്ന്. ആ സാക്ഷ്യം എന്താണെന്നറിയാവോ? അതിനുശേഷം പെട്ടപ്പെടാന്ന് അമ്മയുടെ ഫ്ലൂയിഡ് വരവെല്ലാം നിന്ന് അമ്മച്ചിയെ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കും, ആൾ ഒരു കുഴപ്പമുണ്ടാകത്തില്ല, സാക്ഷ്യം പറഞ്ഞാൽ വരാൻ മതി, സാക്ഷ്യം പറയാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഇത്രയും വിനയത്തോടെ എളിമയോടെ നീ കർത്താവിനെ ഏറ്റു പറഞ്ഞ കാരണം കർത്താവ് നിന്നെ ഒരിക്കലും ഡിസോൺ ചെയ്യത്തില്ല. ഈ വ്യക്തിയെ കർത്താവ് എന്ത് പൊല്യൂട്ടഡ് കേസായാലും സാക്ഷ്യം പറയിപ്പിക്കുമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാൻ നേരിട്ടോട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന്. അത്രയും ധൈര്യതയാണ് പറയണത്, ആന്തരികമായ ബോധ്യമാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഫ്ലൂയിഡ് വരവ് നിന്ന് പതിര പഴുക്കുന്ന പരിപാടി നിന്ന് കുറച്ചായിട്ട് കുറച്ച് നിന്ന് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ
പൂർണ്ണമായിട്ട് ഡോക്ടർ പറഞ്ഞ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, ഒരു ഫ്ലൂയിഡുമില്ലല്ലോ, പഴുപ്പുമില്ലല്ലോ, ചോരയുമില്ലല്ലോ, എല്ലാം വരണ്ടിരിക്കണേ, ഇനി മിഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഇതാണ് സാക്ഷി. അതുപോലെ ഇതിൻ്റെ ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ ഹല്ലേലൂയ, അമ്മയുടെ വലിയ സാന്നിധ്യം ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് അടയാളങ്ങളായി അങ്ങ് നൽകുന്നുവല്ലോ. ആ അമ്മയെ സുഖപ്പെടുത്തിയതുപോലെ ഇപ്പോൾ അനേകായിരം രോഗങ്ങളാൽ വലയുന്നവരിത് കാണുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ഈ രോഗങ്ങളൊക്കെ എടുത്ത് മാറ്റപ്പെടുവാൻ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ആരാധന, ഇതൊരു കുറുക്ക് അനുഗ്രഹങ്ങളിലേക്കുള്ള ഒരു കുറുക്ക് വഴിയാണിത്. എന്താ വെച്ചാൽ ആർക്കും അനുഗ്രഹം പ്രാപിക്കാം, ആർക്കും അനുഗ്രഹം കൊടുക്കാം. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാകണം. ഇപ്പം എന്താ സംഭവം? ഞാൻ എന്ത് ചെയ്താണ് ഇവിടെ? ഞാനവിടെ മുട്ടി നിൽക്കാൻ കാരണം എന്താണ് കാരണം? എൻ്റെ കയ്യിലുള്ളത് കർത്താവാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കാര്യം ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ റോമാലേഖനങ്ങളൊക്കെ ഇല്ലേ, വചനം നിൻ്റെ അധരത്തിലുണ്ട്, വചനം നിൻ്റെ അധരത്തിലുണ്ട്. 10:8 വായിക്കും, വചനം നിൻ്റെ അധരത്തിലുണ്ട്. പക്ഷേ അധരത്തിൽ വചനമുണ്ട്, എത്രയോ പേർക്കുണ്ട്? എല്ലാവർക്കും തന്നെ വചനത്തോട് ബന്ധമുള്ള എല്ലാവർക്കും തന്നെ അധരത്തിൽ വചനമുണ്ട്. പക്ഷേ അധരത്തിൽ വചനം ഉണ്ടായിട്ട് കാര്യമില്ല. 10:9 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആ മിഷനല്ല കർത്താവ്, ആ മിഷനാണ് കർത്താവെന്ന് നമ്മൾ ധരിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കവിടെ മുട്ടുകുത്താൻ പറ്റത്തില്ല. ഇനി ആ മിഷൻ വെച്ച് ഡോക്ടറാണ് കർത്താവെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ മുട്ടുകുത്താൻ പറ്റത്തില്ല. ഇവിടെ എന്താ പ്രശ്നം? യേശു കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കണം. കാര്യം പതിനെ പഴുപ്പുണ്ടെങ്കിലും ആ പഴുപ്പുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ്റെ സാഹചര്യങ്ങളുടെ മേലെല്ലാം കർത്താവായിരിക്കുന്നത് ആരാണ്? യേശുവാണ്. പതിരുടെയും പഴുപ്പിൻ്റെയും കർത്താവ് യേശുവാണ്. പഴുപ്പിനും പതിരയ്ക്കും മേലാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ എൻ്റെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ചു കൊണ്ടാണ് അവിടെ മുട്ടി നിൽക്കുന്നത്. മുട്ടി നിൽക്കുമ്പോൾ അതാണ് പറഞ്ഞ അനുഗ്രഹം പെട്ടെന്നാണ് ഒരു മനുഷ്യരിലേക്ക് വരുന്നത്. കാര്യം അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇറ്റ് ഈസ് ഓൺ യുവർ ലിപ്സ്, അനുഗ്രഹം നിൻ്റെ അധരത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യണം? അതാണ് 10:8. എന്ത് ചെയ്യണം? നീ അത് പ്രഖ്യാപിക്കണം. എന്ത് പ്രഖ്യാപിക്കണം? യേശു കർത്താവാണെന്ന് 10:9 റോമാലേഖനം അനുസരിച്ച് കൊണ്ട് പ്രഖ്യാപിക്കണം. വെറുതെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഞാൻ തിരുവോസ്തിയും പിടിച്ചുകൊണ്ട് 100 കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ നടുക്കാണ് ഞാൻ മുട്ടേ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എൻ്റെ കർത്താവാണ് ഏറ്റുപറയുകയാണ്. അധരം കൊണ്ട് ഏറ്റുപറയുന്ന അവയവങ്ങളിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ മുട്ടി നിൽക്കുമ്പോൾ എൻ്റെ അവയവങ്ങൾ അത് പ്രഖ്യാപിക്കണം. എന്താണ്? യേശുവാണ് കർത്താവെന്ന്. അപ്പോൾ യേശുവാണ് കർത്താവെന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചവനാണ് അവനെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനവിടെ മുട്ടേ നിന്നുകൊണ്ട് ഈ ചേച്ചിയോട് പറയണത്, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നിൻ്റെ നാമത്തിലാണ് ഞാൻ മുട്ടേ നിൽക്കണമെന്ന് നീ ഓർത്താൽ മാത്രം മതിയെന്ന്, ബാക്കിയെല്ലാം വേണ്ട പോലെ നടന്നോളൂ എന്നാണ്. ഇതാണ് അതായത് ദൈവത്തെ നമ്മൾ അംഗീകരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും വരുന്നൊരു വിഷയം, പലർക്കും ദൈവത്തെ അംഗീകരിക്കുന്നതാണ് ഒരു പോരായ്മ. പൗലോസ് അത് പറയുന്നുണ്ട്. ശരിക്കും അത് നിസ്സാര പോരായ്മ അല്ല. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നതാണ് ഒരു മനുഷ്യൻ്റെ ദുരന്തം. ഇപ്പം നമ്മൾ റോമ 1:8 അല്ലെ 1:28 റോമ 1:28 വായിക്കണത് നിസ്സാര വചനമല്ല. എന്താണത്? ദൈവത്തെ, ഒരു മനുഷ്യൻ്റെ ദുരന്തം എന്താണ്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായവർ കരുതിയ നിമിത്തം
അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. പ്രശ്നം തീർന്ന്. കാര്യം സംരക്ഷണം പോവുകയാണ്. ഇത് അതായത് അധമവികാരങ്ങൾക്ക് അനുചിത പ്രവൃത്തികളും വരണ എന്താ കാര്യം? ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായിട്ടാണ്, കുറവായിട്ട് തോന്നി. ഒരു കുറവായിട്ട് തോന്നുമ്പോൾ എന്നാ പറ്റും? സംരക്ഷണം പോകും. കാര്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? സംരക്ഷണമാണ്. ആ സംരക്ഷണം പോയി കഴിഞ്ഞാൽ പിന്നീട് അനുചിത പ്രവൃത്തികളുണ്ടാകും, അധമവികാരങ്ങളുണ്ടാകും. ഈ ആദ്യ പാപം മുതൽ ഇത് തന്നെ സംഭവം, പുതിയ കാര്യമല്ല ഇത്. ഇപ്പം ആദ്യ പാപം തന്നെ എന്താ സംഭവം? ഹവ്വായോട് എന്താ പറയണത്? ദൈവം പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത് എന്ന് വേറെ ഒരു വചനത്തിൻ്റെ ഒരു പ്രതിവചനം വന്നാൽ, ബദൽ വചനത്തിന് ബദൽ വചനം എപ്പോഴും വരും. നമ്മുടെ വീടുകളിലും ഉണ്ടാവും വചനം, ബദൽ വചനം. അപ്പോൾ ഇന്ന് അയ്യോ ഇപ്പം പോയ എവങ്കേലി അച്ഛൻ വായിക്കണമെങ്കിൽ ഓടിയെത്താൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരാൾ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ആക്രാന്തം മൂത്ത് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന മക്കൾ അല്ലെങ്കിൽ അപ്പം പറയും, ഇപ്പം എന്തിനാ പോണ, യൂട്യൂബിലാണെങ്കിലും കുർബാനയുടെ കണ്ടാൽ മതിയല്ല എന്ന് പറയണം ബദൽ വചനം എന്ന് പറയണത്. അപ്പോൾ പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചേടുത്തി സാരി കഴിക്കും, സാരി കൊടുക്കും, അങ്ങനെ അവസാനം എന്നാൽ ഇനിയിപ്പോൾ സമയം പോയില്ല എന്ന് പറയുമ്പോൾ ഇതാണ് ബദൽ വചനം. ബദൽ വചനമാണ്. വചനം എപ്പോഴും കർത്താവ് ബദൽ വചനത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. വചനത്തിന് എപ്പോഴും ബദൽ വചനം ഉണ്ടാവും. ആരെങ്കിലും കയറി ഒരു ഗോളടിക്കും, എന്താണ് ഒരു കവിള് പറയുന്നത് പറഞ്ഞില്ലേ, ആരെങ്കിലും കയറി ഒരു കവിള് പറയും. കർത്താവിൻ്റെ ഒരു കാലം എടുക്കുമ്പോൾ ആരെങ്കിലും കയറി ഒരു കവിളടിക്കും. അതിനാണ് ബദൽ വചനം എന്ന് പറയുന്നത്. ഇവിടെ അവയുടെ കാര്യത്തിൽ പിശാചാണ് കയറി കവിളടിക്കണത്. എന്താ പറയുക, അതിൻ്റെ കൗണ്ടർ അടിക്കും. ഇപ്പം കൗണ്ടർ അടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ലോകത്ത് കൗണ്ടർ അടിക്കണത് പിശാചാണ്. എന്താ കാര്യം? ഹവ്വായോട് ചോദിക്കും ദൈവം എന്ത് പറഞ്ഞു, ആ വചനത്തിനൊരു കൗണ്ടർ പറയും. എന്താ പറയണത്? നമുക്ക് വായിച്ചു നോക്കാം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ഉൽപ്പത്തി 3:5 അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. നമുക്കത് ഉൽപ്പത്തി 3 തൊട്ട് വായിക്കാം. ഉൽപ്പത്തി 3 തൊട്ട് വായിച്ചേ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഇതാണ് വചനം. അടുത്ത ഇനി കൗണ്ടർ ഉണ്ട് അതിൻ്റെ. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അതാണ് കൗണ്ടർ. എല്ലാ ദൈവവചനത്തിനും അതിൻ്റെ ബദൽ വചനങ്ങളുണ്ട്. ഈ ബദൽ വചനങ്ങൾ ദൈവവചനം എടുക്കുന്നോ അനുസരിച്ചാണ് നമ്മൾ വിശ്വാസിയോ അവിശ്വാസിയോ ആകുന്നത്. എല്ലാ വചനങ്ങളും ഉണ്ട്, അതിൻ്റെ ബദൽ വചനമുണ്ട്, കൗണ്ടറുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ട് അതിൻ്റെ. എന്നിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഓപ്ഷൻ പണ്ട് മുതലേ ഉള്ള നിയമാവർത്തനം നമ്മൾ വായിക്കുമ്പോഴേ 15-30 വായിക്കത്തില്ലേ? എന്താ പറയുന്നത്? ഇതാ ഞാൻ നന്മയും തിന്മയും വെള്ളവും തീയും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പം ഇത് ദൈവം വെക്കുന്നത് തന്നെയാണ് പിശാചിനെയും. അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാകണം. അതായത് ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. നിയമാവർത്തനം 30:15 വായിച്ചോളൂ. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. അപ്പോഴിതാ സംഭവം, ജീവനും വെച്ചിട്ടുണ്ട്, നന്മയും വെച്ചിട്ടുണ്ട് ഒരു സൈഡിലെ. അടുത്ത സൈഡിൽ എന്താണ്? മരണവും തിന്മയും വെച്ചിട്ടുണ്ട്, ബദൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വചനം വെക്കണതും ബദൽ വചനം വെക്കണതും ആരാണ്? ദൈവം തന്നെയാണ്. അത് ബോധം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ.
അല്ല പിശാച് ദൈവത്തിനെതിരെ പോരാടുന്നെന്ന് പറയുമ്പോഴും ഈ പിശാചിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാ? ദൈവമാണ്. സംശയം എന്താ? അപ്പോഴേ ഈ ബദൽ വചനം വരുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സംഭവം ഒരുമിച്ച് ഈ നിയമാർത്ഥനം 30:15 വരുമ്പോൾ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ മുമ്പിലാണ്. എന്താണ്? ഇതാ ഞാൻ നന്മയും ജീവനും തിന്മയും മരണവും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവിടെയാണ് ആദും ഹവ്വായും പണിമേടിക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ് പ്രശ്നം. കർത്താവിൻ്റെ കാലത്തും ഇത് പ്രശ്നമായി വന്നു. രണ്ട് കരണവും രണ്ട് വിഷയവും കർത്താവിൻ്റെ മുമ്പിൽ പീഡാസകന വേളയിൽ പൊങ്കാവനത്തിലെ ധ്യാനത്തിൽ വരുന്നുണ്ടോ? അതായത് അല്പം കൂടി നീട്ടി വാങ്ങിക്കാൻ വേണ്ടി ഒരിഷ്ടം,